ബംഗളൂരു നഗരത്തിൽ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ നാൾക്കുനാൾ വർദ്ധിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പട്ടാപ്പകൽ റോഡിലൂടെ നടന്നുപോയ പെൺകുട്ടിയെ ലഹരിക്കടിപ്പെട്ട സംഘം പീഡിപ്പിക്കാൻ ശ്രമിച്ചത് വലിയ വിവാദമായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഒരേ ദിവസം തന്നെ 2 പീഡനക്കേസുകൾ റിപ്പോർട്ട് ചെയ്തത്. മൈക്കോ ലേഔട്ടിൽ സ്വകാര്യ PGയിൽ താമസിച്ചിരുന്ന പെൺകുട്ടിയാണ് പീഡനത്തിനിരയായത്. PG ഉടമയുടെ സ്വർണ്ണമോതിരം കാണാതായതിനെ ചൊല്ലിയുള്ള തർക്കത്തിനിടയിലാണ് 21-കാരിയായ ആന്ധ്രാപ്രദേശ് സ്വദേശിനിക്ക് മോശം അനുഭവമുണ്ടായത്. PG ഉടമ രവി തേജ റെഡ്ഡി പെൺകുട്ടിയെ ചോദ്യം ചെയ്തതിനു ശേഷം സ്വകാര്യ ഭാഗങ്ങളിൽ കടന്നുപിടിക്കുകയായിരുന്നു. കുട്ടിയുടെ പരാതിയിൽ ഇയാളെ പോലീസ് പിടികൂടി. ജൂൺ 21-ന് സെന്റ് മാർക്സ് റോഡിലെ പബ്ബിൽ വെച്ചാണ് സ്വകാര്യ IT കമ്പനി ജീവനക്കാരിയായ യുവതി പീഡനത്തിനിരയാകുന്നത്. ടെക്കിയായ അനുരാഗ് എന്ന യുവാവ് പെൺകുട്ടിയെ പബ്ബിൽ വെച്ച് കടന്നുപിടിച്ചു. ഇതിനുശേഷം ഒളിവിൽ പോയ അനുരാഗിനെ ആന്ധ്രാപ്രദേശിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. സ്ത്രീ സുരക്ഷയെ സംബന്ധിച്ച് ഘോരഘോരം അധികാരികൾ പ്രസംഗിക്കുമ്പോഴും ആശങ്കപ്പെടുത്തുന്നതാണ് സമീപകാലത്ത് ബംഗളൂരു നഗരത്തിൽ നിന്നും പുറത്തുവരുന്ന വാർത്തകൾ. മാതൃഭൂമി ന്യൂസ്, ബംഗളൂരു.